സോ നമ്മൾ ആറ്റിറ്റ്യൂഡ് ഡെവലപ്മെൻറ്റ് ട്രെയിനിങ്ങിൻ്റെ മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് എടുക്കാൻ പോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, ഗോൾ സെറ്റിംഗ് ആണ്. ഓക്കെ, നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞ ഗോൾ സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇത് ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പലർക്കും വലിയ പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ, അവർക്ക് ലക്ഷ്യം വ്യക്തമല്ല. അതായത് കൃത്യമായിട്ടുള്ള ലക്ഷ്യം ഉണ്ടാവില്ല. അതായത് നമുക്ക് ഒരു ടാർഗറ്റ് ഉണ്ടെങ്കിലാണ് ഒരു ആർച്ചറി അല്ലെങ്കിൽ അമ്പെയ്ത്തുകാരന് കൃത്യമായിട്ട് തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൃത്യമായിട്ട് ആ ഒരു അമ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലാത്തപ്പോൾ സാധിക്കില്ല അല്ലേ. ഓക്കെ, ഇപ്പോൾ ലക്ഷ്യമില്ലാതെ ജീവിക്കുന്നത് ഈ പറഞ്ഞ മാപ്പില്ലാത്ത യാത്ര പോലെയാണ്. ഓക്കെ, മാപ്പില്ലാതെ യാത്ര പോകുന്ന പോലെയാണ്. ഓക്കെ, നമുക്ക് എവിടേക്കാണ് പോകുന്നത് പോലും അറിയില്ലെങ്കിൽ നമ്മൾ സ്ഥാനത്തേക്ക് എത്തുമോ? ഇല്ല. അതായത് നമുക്കിപ്പോൾ ഒരു കോഴിക്കോട് പോകണം എന്ന് വിചാരിക്കാം, നമുക്കറിയാം അവിടെയാണ് പോകേണ്ടതുള്ളത്. അല്ല, നമുക്കൊരു ലക്ഷ്യമില്ല, എവിടെ വേണമെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ എന്ത് കാര്യമാണുള്ളത്? ഒരു കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഗോൾസ് നമുക്ക് രണ്ട് രീതിയിലുണ്ട്, ഷോർട്ട് ടൈം ഗോളും ലോങ് ടൈം ഗോളും. ഇത് രണ്ടും മസ്റ്റായിട്ടുള്ള മനുഷ്യന് മാത്രമാണ് നല്ല രീതിയിൽ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതില്ലാത്തൊരു മനുഷ്യന് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ദിവസം മുതൽ 6 മാസം വരെ നേടാവുന്ന ലക്ഷ്യങ്ങളാണ് ഷോർട്ട് ടൈം. ഓക്കെ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് 5 പുസ്തകം വായിക്കുക, അതുപോലത്തെ ഒരു മാസം കൊണ്ട് ഫിറ്റ്നസ് ഇമ്പ്രൂവ് ചെയ്യുക, ഒരു മാസം കൊണ്ട് സ്കില്ല് പഠിക്കുക എന്നൊക്കെ പറയുന്ന പോലെ. നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ, ഈ ലക്ഷ്യം നേടുന്നവൻ എപ്പോഴും അവന് വേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ലക്ഷ്യം എഴുതുന്നവനായിരിക്കും. ഇപ്പോൾ ലക്ഷ്യം എഴുതുന്നവൻ അതിനെ നേടും. ഇപ്പോൾ ലക്ഷ്യം നേടാത്തവനാണെങ്കിൽ സ്വപ്നം മാത്രം കണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അവന് ഒരിക്കലും എഴുതി വെച്ചിട്ടുണ്ടാവില്ല, അവനക്ക് അറിയില്ല എന്താ ലക്ഷ്യം എന്നുള്ളത്, അവൻ സ്വപ്നം മാത്രമേ കാണുള്ളൂ. ഇപ്പം എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് വലിയൊരു പണക്കാരനാവണം എന്നാണെങ്കിൽ ഞാനത് എൻ്റെ ലക്ഷ്യം കൃത്യമായിട്ട് ഞാൻ വിചാരിച്ചിട്ടില്ല, എനിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് വെറും എഴുതപ്പെടാത്ത കഥ പോലെ സ്വപ്നം മാത്രമായിട്ട് മാറും. അല്ല, എനിക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യം അതിന് വേണ്ടി ഉണ്ടെങ്കിൽ ഞാൻ ലക്ഷ്യം എഴുതുന്നവനായിരിക്കും. അപ്പോൾ ഞാൻ അതിനെ നേടാൻ വേണ്ടി പരിശ്രമിക്കും, ഞാനത് നേടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും കാര്യം മനസ്സിലായില്ലേ. ജസ്റ്റ് നമ്മൾ ഒരു 5-10 മിനിറ്റുള്ളിൽ തീർക്കാൻ പറ്റുന്ന ചെറിയൊരു സംഭവമാണ്. നമ്മൾ ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്യാം, ഒരുപാട് ഉപകാരപ്പെടും. ഇന്ന് തന്നെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. അതായത് ആദ്യം നമ്മളൊരു പേപ്പർ എടുക്കുക, പേപ്പർ ബുക്കിൽ കീറെടുക്കുകയോ അല്ലെങ്കിൽ ബുക്കിൽ തന്നെ എഴുതിയാലും മതി. ഏറ്റവും നല്ലത് ബുക്കിൽ തന്നെ എഴുതി വെക്കുന്നതാണ്, അപ്പോൾ നിങ്ങൾക്ക് കൺസ് ചെയ്ത് പോകാമല്ലോ. അപ്പോൾ 3 ഷോർട്ട് ടൈം ഗോൾ എഴുതാം, എന്നിട്ട് ഒരു ലോങ് ടൈം ഗോൾ എഴുതാം, എന്നിട്ട് അതിന് വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങാം. ഇതിങ്ങനെ ഡെയിലി ചെയ്യുമ്പോൾ ഒരുപാട് ഉപകാരം ഉണ്ടായിരിക്കും. അതായത് 6 മാസത്തിനുള്ളിൽ ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ ആ 6 മാസത്തിനുള്ളിൽ ആ ബുക്കിനുള്ളിൽ എഴുതാം. ലോങ് ടൈം ഗോൾ ഒറ്റണം മതി. ഒരു വർഷത്തിനുള്ളിൽ ചെയ്യേണ്ട ഏറ്റവും വലിയ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോള് അതെന്താണെന്ന് എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ ആക്ഷൻ ആരംഭിക്കുക. ഇത് ഡെയിലി ചെയ്യുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം അത്രയും നിങ്ങളുടെ മനസ്സിൽ ശക്തമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 3 ഷോർട്ട് ടൈം ഗോള് ഡെയിലി എഴുതുക, ഒരു ലോങ് ടൈം ഗോള് അത് ഒരു ദിവസം മാത്രം എഴുതിയാൽ മതി, അതിന് വേണ്ടി വർക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ലക്ഷ്യമില്ലാത്ത ജീവിതം ദിശയില്ലാത്ത യാത്ര പോലെയാണെന്ന് മനസ്സിലാക്കുക. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ലക്ഷ്യമില്ലാത്ത യാത്രയൊക്കെ പോകാൻ പാടില്ല. ഓക്കെ, ലക്ഷ്യമുണ്ടാക്കണം, എന്നിട്ട് മാത്രം യാത്ര ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, താങ്ക് യു. വീണ്ടും കാണാം. അടുത്തതാണ് ലോങ് ടൈം ഗോൾസ്, അതായത് ദീർഘകാല ലക്ഷ്യങ്ങൾ. അതായത് നമുക്ക് ഒരുപാട് കാലം നമുക്ക് ഉണ്ടാവുന്ന ലക്ഷ്യങ്ങൾ, അതായത് നമ്മൾക്ക് വലിയ ലക്ഷ്യങ്ങൾ. ഇപ്പോൾ 1 വർഷം മുതൽ 5 വർഷം വരെയുള്ള വലിയ ലക്ഷ്യങ്ങൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ സ്വന്തമായി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അതുപോലെ തന്നെ വീട് വാങ്ങുക, ഫിനാൻഷ്യൽ ഫ്രീഡം നേടുക, കരിയറിൽ ഉയരുക എന്ന് പറഞ്ഞ 4 തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ലോങ് ടൈം ഗോൾസ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ 1 വർഷം മുതൽ 5 വർഷം വരെയുള്ള വലിയ ലക്ഷ്യങ്ങൾ. ഓക്കെ, ലോങ് ടൈം ഗോൾ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടുള്ള ദിശ നമുക്കുണ്ടായിരിക്കും, കൃത്യമായിട്ടുള്ള ഒരു പാത്ത് വേ ഉണ്ടായിരിക്കും ഇതിന്. ഓക്കെ, ഇനി നമുക്ക് ഈ ഗോൾസ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്മാർട്ട് ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത്. ഈ സ്മാർട്ട് ഗോൾസ് സെറ്റിംഗ് എന്ന് പറയുമ്പോൾ
ഉദ്ദേശിക്കുന്നത് നമുക്ക് കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ സ്മാർട്ടായിട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, എന്താണ് സ്മാർട്ട്? സ്മാർട്ടിൻ്റെ എസ് പറഞ്ഞാൽ സ്പെസിഫിക് ആണ്, വ്യക്തമായിട്ടുള്ള ലക്ഷ്യം. അതായത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വലായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ടായിരിക്കും. അതാണ് ഈ പറഞ്ഞ വ്യക്തമായിട്ടുള്ള ലക്ഷ്യം. ഇനി എം ഫോർ മെഷറബിൾ, അതായത് അളക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. നമുക്ക് ഇപ്പോൾ ഒരു സ്കെയിൽ കൊണ്ടോ അല്ലെങ്കിൽ ഒരു അളവ് കോല് കൊണ്ടോ അളക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ, അതാണ് മെഷറബിൾ. ഇനി എ ഫോർ അച്ചീവബിൾ, നേടാൻ കഴിയുന്ന കാര്യങ്ങൾ. ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നേടാൻ കഴിയും, അല്ല നേടാൻ കഴിയില്ല എന്ന രീതിയിലായിരിക്കും അല്ലേ. പക്ഷെ നമ്മൾ അച്ചീവബിൾ എന്ന് പറയുന്നത് നേടാൻ കഴിയുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ നമുക്ക് നേടാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം നമ്മളെപ്പോഴും ആഗ്രഹിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് അധികം സാധ്യമല്ലാത്ത കാര്യങ്ങൾ ആഗ്രഹിക്കാൻ പാടില്ല, അതാണ് അച്ചീവബിൾ. പിന്നെ റെലവൻറ്റ്, ആർ എന്ന് പറഞ്ഞാൽ റെലവൻ്റ് ആണ്. അതായത് നിനക്ക് ഉപകാരപ്പെടുന്ന, നിനക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇപ്പോൾ എ എന്ന് പറഞ്ഞാൽ അച്ചീവബിൾ പറഞ്ഞു, ആർ എന്ന് പറഞ്ഞപ്പോൾ റെലവൻറ്റും പറഞ്ഞു. ഓക്കെ, ഇനി ടി എന്ന് പറഞ്ഞാൽ ടൈം ബൗണ്ടാണ്, അതായത് സമയപരിധിയുള്ള. ഇപ്പോൾ പറയുകയാണെങ്കിൽ 5 വർഷമാണ് നമ്മൾ ആ ഗോൾ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 5 വർഷം കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇനി 1 വർഷം സെറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വർഷം കൊണ്ട് നമ്മൾ അച്ചീവ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഈ ലോങ് ടൈം ഗോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു 3 മാസത്തിനുള്ളിൽ 5 കിലോ കുറയ്ക്കുക എന്നൊക്കെ പറയുന്നത് ലോങ് ടൈം ഗോളാണോ ഷോർട്ട് ടൈം ഗോളാണോ? ഷോർട്ട് ടൈം ഗോളാണ്. കാരണം 6 മാസം വരെ ഷോർട്ട് ടൈം ഗോളാണ്. ഓക്കെ, അപ്പോൾ ഒരിക്കലും ലോങ് ടൈം ഗോളിൽ പെടില്ല. അപ്പോൾ ലോങ് ടൈം ഗോൾ എന്ന് എന്താണ്? ലോങ് ടൈം ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതകാലം ലൈഫ് ലോങ് ഉള്ളൊരു ജേണി ഉണ്ടായിരിക്കില്ലേ, അതിൽ സെറ്റ് ചെയ്യുന്ന